ഭയങ്കര ജ്യൂസി ഫില്ലിങ് നമുക്ക് വായിലിങ്ങനെ കൊതി വരും കണ്ടാൽ തന്നെ. ഞങ്ങളോടൊന്ന് സാധനം എടുത്തോണ്ട് പോയിന്നോ? എന്നെ ഇവിടെ ഉപേക്ഷിച്ചാൽ ഞാൻ വല്ല ആടും വെച്ച് ജീവിച്ചോളാം. ഹലോ ഗായ്സ്, വെൽക്കം ടു സ്മോൾ തിങ്സ് ആർ ബ്യൂട്ടിഫുൾ. അപ്പം നമ്മുടെ രണ്ടാമത്തെ ദിവസമാണ് ലേക്ക് ഡിസ്ട്രിക്റ്റിൽ നിന്ന്. നമ്മൾ ഇവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ രാവിലെ പോവാണ്. രാത്രി അപ്പോൾ നമ്മളെ ഇവിടെ നിന്ന് ഇറക്കി വിടുമെന്നായിരുന്നു നമ്മൾ ആക്ച്വലി വിചാരിച്ചത്. അതുപോലെ അല്ല വരുന്നത്. ഞങ്ങൾ അവിടെ ചീട്ടും ഊനും ഒക്കെ കളിച്ച് രാത്രി ഉറങ്ങിയപ്പോൾ 2 മണിയെങ്ങാണ്ടായി. നമ്മൾ വിൻറ്റർമെയർ ടൗണിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. ഇവിടെയാണ് നമ്മുടെ ഫേമസ് ഒരു ലൊക്കേഷൻ ഉണ്ട് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. മൂന്നാമത്തെ തവണയാണ് ഞാൻ ഇവിടെ നിന്ന് ഇത് കഴിക്കണത്. ഞങ്ങൾ ഒരുമിച്ചാണ് രണ്ടാമത്തെ തവണയും. അപ്പോൾ തന്നെ മനസ്സിലാക്കാമല്ലോ അത് എത്രത്തോളം നല്ല ടേസ്റ്റി സാധനമായിരിക്കും. ഒരു ചെറിയൊരു കഫേയാണിത്. പക്ഷേ ഇവിടുത്തെ തിരക്കും അവിടുത്തെ ഫുഡിൻ്റെ ടേസ്റ്റും ഒരു രക്ഷയില്ല. ഇപ്പം നമ്മുടെ നാട്ടിലെ തട്ടുകടയിലൊക്കെ ഭയങ്കര തിരക്കൊക്കെ ഉണ്ടാകത്തില്ല, അതുപോലെ ഇവിടുത്തെ ആൾക്കാർക്കും ഈ നാട്ടിലെ ആൾക്കാർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണെന്ന് നമുക്കിപ്പോൾ അവിടെ ചെന്ന് കണ്ടാൽ തന്നെ മനസ്സിലാവും. നല്ല ക്യൂവും സംഭവങ്ങളൊക്കെ ഉണ്ട്. ചിലപ്പോൾ നമുക്ക് ആകെ 2 ടേബിളും അപ്പോൾ ഉള്ളൂ. അപ്പം നമുക്ക് നേരത്തെ ചെല്ലുമോ അല്ലെങ്കിൽ ടൈം അനുസരിച്ചാണെങ്കിൽ ചിലപ്പോൾ ഇരിക്കാൻ പോലും കിട്ടില്ല. അത് മേടിച്ചുകൊണ്ട് പുറത്ത് പോയി നിന്ന് കഴിക്കേണ്ടി വരും. യെസ്, അത്യാവശ്യം തിരക്കുള്ള ഒരു ടൗൺ ആണ് വിന്റർമിയർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യണം. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കി റോഡ് സൈഡിൽ ആൾക്കാർ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ റോഡ് സൈഡിൽ നമുക്ക് പാർക്കിംഗ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതിനടുത്ത് നമുക്ക് ഓപ്പൺ പാർക്കിംഗ് ഏരിയ ഒക്കെ ഉണ്ട്. പേയ്മെന്റ് കൊടുത്ത് നമുക്ക് അവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റും. തൊട്ടടുത്ത് തന്നെ ഒരു പാർക്കിംഗ് ഉണ്ട്. അപ്പോൾ വിന്റർമിയർ എന്ന് പറയുന്നത് ഭയങ്കര ലൈവ് ആയിട്ടുള്ള ഒരു കുഞ്ഞ് ടൗൺ ആണ്. നല്ല രസമാണ്. ആൾക്കാരൊക്കെ ഭയങ്കര ഔട്ട് ഗോയിങ് ആയിട്ടുള്ള ഒരു ടൗൺ ആണ്. ആൾക്കാർ എപ്പോഴും ഇങ്ങനെ പുറത്തൊക്കെ ഉണ്ടാവും. ടോസ്റ്റ് ഒരു ക്യൂട്ട് ലിറ്റിൽ കഫേ ആട്ടോ ഈ വിൻറ്റർമെയറിലെ. ഇവിടെ ഇവിടുത്തെ മെയിൻ സാധനം എന്ന് പറയുന്നത് ഈ മുമ്പേ നമ്മൾ പറഞ്ഞ സാൻഡ്വിച്ചാണ്. സാൻഡ്വിച്ച് കഴിക്കാനാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. അപ്പം അതിൻ്റെ മെനു ഒക്കെ ഇവിടെ സൈഡിൽ അവർ എഴുതി വെച്ചിട്ടുണ്ട്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സാൻഡ്വിച്ചസ് ഉണ്ട്. ഇപ്പം കാണിച്ചു തരാം കേട്ടോ. ഈ എഗ് സാൻഡോ, റ്യൂബൻ, കൊറിയൻ ചിക്കൻ, പിന്നെ പോർക്ക് ആൻഡ് പിക്കിൾ. ഇതാണ് ഇവരുടെ മെയിൻ 4 സാൻഡ്വിച്ച് ടൈപ്സ് എന്ന് പറയുന്നത്. അപ്പം ഒരു സാൻഡ്വിച്ച് തന്നെയാണെങ്കിൽ വാങ്ങിച്ചാലും കുഴപ്പമില്ല. അതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് ഫ്രൈസ് ഒക്കെ സൈഡ്സ് ആയിട്ട് ആഡ് ചെയ്യാം. അപ്പോൾ സാൻഡ്വിച്ചിൻ്റെ തന്നെ റേറ്റ് ആണ് 9 പൗണ്ട്സ്. ബട്ട് അത് ഹെവി സാൻഡ്വിച്ച് ആണ്, നല്ല ഫില്ലിങ്ങും ആണ്. ഇപ്പം ഞങ്ങളത് ഓരോരുത്തരും പല പല സാധനങ്ങൾ ആഡ് ചെയ്ത്. ഡോണ എന്തോ എഗ് സാൻഡോ, പിന്നെ ഞങ്ങൾ കൊറിയൻ ചിക്കൻ ആൻഡ് പോർക്ക് ആൻഡ് പിക്കിളാണ് ഓർഡർ ചെയ്തത്. കൂടെ നമുക്ക് ഹോട്ട് ചോക്ലേറ്റോ അല്ലെങ്കിൽ ഹോട്ട് ഡ്രിങ്ക്സും മോക്കയൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഡ്രിങ്ക്സ് ഒരുപാട് ഇവിടെ അവൈലബിൾ ആണ്. ഞങ്ങൾ ട്രൈ ചെയ്തത് സാൻഡ്വിച്ചും പിന്നെ മോക്കയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. മോക്കയായിരുന്നു. പക്ഷെ നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ്. എല്ലാത്തിനും ഭയങ്കര ടേസ്റ്റാണ്. ഇവിടെ ആകെ ഇത്ര ഓപ്ഷൻസ് ഒക്കെ ഉണ്ടാവുള്ളൂ, പക്ഷെ ഉള്ളതൊക്കെ ഭയങ്കര ടേസ്റ്റിയാണ്. സാൻഡ്വിച്ച് തന്നെ കണ്ടാൽ അറിയില്ല, ഭയങ്കര ജ്യൂസി ഫില്ലിങ് നമുക്ക് വായിലിങ്ങനെ കൊതി വരും കണ്ടാൽ തന്നെ. ഞങ്ങളാണെങ്കിൽ നല്ല വിശന്നായിരുന്നു വരുന്നത്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു. എല്ലാവരുടെയും വന്നിട്ട് ഒരുമിച്ച് കഴിക്കാന്നൊക്കെ വിചാരിച്ച് ഞങ്ങളിങ്ങനെ ഇരിക്കുകയായിരുന്നു. പക്ഷെ ഓരോരുത്തരും വരുന്നതനുസരിച്ച് ഇങ്ങനെ പ്ലേറ്റുകൾ ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് പോർക്ക് ആൻഡ് പിക്കിൾ സാൻഡ്വിച്ച് ആണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. ആ പിക്കിൾ ഭയങ്കര രസമായിരുന്നു. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആയിരുന്നു ആ ഒരു സംഭവത്തിന്. പിന്നെ നമുക്ക് മോക്കയുണ്ട്, ഹോട്ട് ചോക്ലേറ്റ് ഉണ്ട്. ഇത് എഗ് ആൻഡ് മയോ ആണോ? അല്ല, ഇത് കൊറിയൻ ചിക്കനും പോർക്കും ഇഷ്ടമാണ്. എഗ്ഗ് താഴ്ചയ്ക്കൊന്നും എനിക്ക് ഇഷ്ടമല്ല. ഞാൻ പോർക്ക് ആൻഡ് പിക്കിൾ പറഞ്ഞിട്ട് എനിക്ക് പിക്കിൾ വേണ്ടെന്നൊക്കെ പറഞ്ഞ് ഇന്നലെയാണല്ലോ എഗ് ഇഷ്ടമായി. നല്ല തിരക്കുള്ള ഒരു കഫേ. അപ്പം ആൾക്കാരൊക്കെ അവിടെ ക്യൂ നിൽക്കുകയാണ്. അപ്പം ഞങ്ങൾ കഴിക്കാൻ നോക്കി അവർ ഫുഡിലേക്കൊക്കെ നോക്കി കൊതിയൊക്കെ വിട്ട് നിൽക്കുകയായിരുന്നു. ആർക്കാണെങ്കിലും കണ്ടാൽ അത് കൊതി വരും കേട്ടോ. പിന്നെ ഞാൻ ഈ വീഡിയോ കണ്ടപ്പോഴാണ് മനസ്സിലായി അവർ ശരിക്കും പിക്കിളിലേക്കല്ല നോക്കിയത്, എന്നെയാണ് നോക്കിയത്. അയ്യടാ, അത് തന്നെ പറഞ്ഞാൽ മതി. എന്താ കയ്യില്? ബ്രൗണി. ആ, ഇത്രയും ബ്രൗണിയോ? ഇല്ല, one is brownie, one is fries. ഓക്കേ. Brownie ആച്ചേവേ. I'll show you the brownie. Nice. ഞങ്ങൾ കഴിച്ചില്ല, ബട്ട് കണ്ടിട്ട് നല്ല രസം. നല്ല തിക്ക് ബ്രൗണി. ഇവിടെ 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 തരില്ല. ആ, നമ്മളപ്പോൾ അവിടെ നിന്ന് ബ്രൗണിയും സാൻഡ്വിച്ചും ഒക്കെ കഴിച്ച് വയറൊക്കെ ഫുള്ളാക്കി നമ്മൾ ബട്ടർമീറിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു 1 hour ഡ്രൈവാണ് ബട്ടർമീറിലേക്കുള്ളത്. പോണ വഴിക്ക് രക്ഷയില്ല, ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഹെവി സീനറി ആണ് പോണ വഴിക്കൊക്കെ. പിന്നെ
ബട്ടർമീർ ആദ്യമായിട്ട് ഞങ്ങൾ പോകണം, ഇതുവരെ പോയിട്ടില്ല. വിൻഡർമീറൊക്കെ നമ്മളിപ്പോൾ കുറേ തവണ വന്നിട്ടുണ്ട്. ബട്ടർമീർ പക്ഷെ നമ്മൾ ഇതുവരെ പോകാത്ത ഒരു ലൊക്കേഷൻ, അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാം ഭയങ്കര എക്സൈറ്റഡും ആയിരുന്നു. പിന്നെ ഈ വഴി ഭയങ്കര നാരോ റോഡാണ്. അപ്പം നമുക്ക് 2 വണ്ടിക്ക് വളരെ കഷ്ടപ്പെട്ടേ നമുക്ക് ഈ ഒരു സൈഡിൽ കൂടെ പോകാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ ഓർക്കരുത്, നാട്ടിലൊക്കെ ആണെങ്കിൽ ആകെ ബഹളങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ ഇവിടെ 2 സൈഡിൽ നിന്ന് വരുന്ന ആൾക്കാരും ഭയങ്കര മാക്സിമം സഹകരിച്ചാണ് പൊക്കോണ്ടിരിക്കുന്നത്. അവർ വണ്ടി മാറ്റി തരാനും ഒക്കെ അവർ സഹകരിക്കാറുണ്ട്. ഞങ്ങളുടെ വണ്ടിയിൽ നല്ല പാട്ട് ബഹളമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കുറച്ച് നേരത്തേക്ക് പാട്ട് ബഹളമൊക്കെ ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്തു. കാരണം നമ്മുടെ അപ്പുറം ഇപ്പുറം ഉള്ള വ്യൂ ഈസ് അമേസിങ്, റിയലി റിയലി അമേസിങ്. വേറെ ഏതോ സ്ഥലത്ത് എത്തിപ്പെട്ട ഒരു ഭയങ്കര ഫീൽ ആയിരുന്നു. ഒരു ഡ്രീം ലൈക്ക് പ്ലേസിലായിരുന്നു നമ്മൾ. ഓക്കെ ബൈ ടാറ്റ. എന്നെ ഇവിടെ ഉപേക്ഷിച്ചായിരുന്നു, ഞാൻ വല്ല ആടും വെച്ച് ജീവിച്ചോളാം. നിൽക്കടി അവിടെ. ബട്ടർമീർ കുറേയും കൂടെ നല്ല ഹില്ലി ആയിട്ടൊരു ഏരിയ ആണ്. അപ്പോൾ ഇവിടെ കുറേ ഹൈക്സും എല്ലാം അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് കുറേ ആൾക്കാർ കാണാം ഇങ്ങനെ സൈക്ലിങ്ങിന് വരുന്നത്. അതും നല്ല പ്രായമുള്ളവർ, ചെറുപ്പക്കാർ, ഡിഫറെൻറ്റ് ഏജ് കാറ്റഗറിയിലുള്ള ആൾക്കാർ ഇങ്ങനെ ഈ കുന്നും മലയൊക്കെ സൈക്കിളും ചവിട്ടി പോണ കാണാം. എങ്ങനെയാണ് ഇവർക്ക് ഇതിനൊക്കെയുള്ള എനർജി എന്ന് നമുക്കറിയത്തില്ല. കാരണം നമ്മളെക്കൊണ്ട് കുറച്ച് നടന്ന് കഴിയുമ്പോൾ തന്നെ നമ്മൾ കിതയ്ക്കും. അപ്പോൾ അങ്ങനത്തെ നല്ല സ്റ്റീപ്പായിട്ടുള്ള റോഡ്സ് ഒക്കെയുള്ള സ്ഥലമാണ്. അപ്പോൾ വരുന്നവരൊക്കെ കുറച്ച് സൂക്ഷിച്ചൊക്കെ ഡ്രൈവ് ചെയ്യണം കേട്ടോ. അതെ, ഇവരുടെ സൈക്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെ മറ്റേ മുക്കച്ചക്ര സൈക്കിളിന്റെ പരിപാടിയൊന്നും അല്ല. ഇവിടെ ഭയങ്കര കോസ്റ്റ് ആണ് ഇവിടെ പല സൈക്കിളും. അപ്പോൾ ഞാൻ ചില ആൾക്കാരോട് സംസാരിച്ച് കഴിയുമ്പോഴത്തേക്ക് 1 ലക്ഷം 2 ലക്ഷം 3 ലക്ഷം രൂപയുടെയൊക്കെ സൈക്കിളും കൊണ്ടാണ് ആൾക്കാർ വരുന്നത്. അത് നമുക്ക് ഇങ്ങനെ മടക്കിയൊക്കെ വെക്കാൻ ഇപ്പൊ സാധിക്കും. കണ്ടില്ലേ, ഈ അമ്മച്ചിനെ കണ്ടില്ല, അതൊക്കെ നല്ല പ്രായമുള്ള ഒരു സ്ത്രീയാണ്. പക്ഷെ അവരൊക്കെ എന്തോരം അത് എൻജോയ് ചെയ്തിട്ടാണ് ഈ ഒരു ആക്ടിവിറ്റി ഒക്കെ ചെയ്യുന്നത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. അതെ, നമ്മുടെയൊക്കെ ഈ ഒരു പ്രായമൊക്കെ ആകുമ്പോൾ നമ്മളൊക്കെ ഏത് അവസ്ഥയിലെത്തി നമുക്കൊരു തോട്ട് വരുന്നൊരു മൊമെൻ്റ് ആണ്. കാരണം ഇവിടെയുള്ള ആൾക്കാർ ഹെൽത്തിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഫിസിക്കലായിട്ടുള്ള ആക്ടിവിറ്റീസ് അവർ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ശരിക്കും ഇതൊക്കെ നമുക്കൊരു പാഠമാണ്. ലൈക്ക് പ്രായം എത്ര മുന്നോട്ട് പോയി കഴിഞ്ഞാലും ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം. അല്ലാണ്ട് കുറച്ച് വയസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ ഞാൻ ചെയ്യേണ്ടതിനുള്ള ചില കാര്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ് അവിടെ മാറി നിൽക്കാണ്ട് നമ്മൾ എത്തണം. അങ്ങനെ നമ്മൾ ബട്ടർമീറിൽ എത്തിയിരിക്കുകയാണ്. നമുക്ക് ഇവിടം തൊട്ടേ പാർക്കിംഗ് അവൈലബിൾ ആണ്. പക്ഷേ ഈ റോഡ് സൈഡിലും വേണമെങ്കിൽ പാർക്ക് ചെയ്യാം കേട്ടോ. പക്ഷേ അവിടെ എല്ലാം അത്യാവശ്യം നല്ല ഫിൽഡ് ആയിരുന്നു. പിന്നെ നമുക്ക് ആ ലേക്സിൻ്റെ അങ്ങോട്ടായിരുന്നു പോകേണ്ടത്. അതുകൊണ്ട് നമ്മൾ എക്സാക്ട്ലി ഉള്ള ബട്ടർമീർ പാർക്കിങ്ങിൻ്റെ അവിടെ പോയി വണ്ടി ഇടാൻ പോവുകയാണ്. സോ നമ്മളിപ്പം ബട്ടർമിയർ എത്തി നിൽക്കുകയാണ്. ബട്ടർമിയർ വില്ലേജിലേക്കാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ ഡു യു നോ എനിത്തിങ് അബൌട്ട് ബട്ടർമിയർ? ബ്യൂട്ടിഫുൾ പ്ലേസ്. അതിപ്പം ഈ ഒരു യാത്രയിൽ എവിടെ നോക്കിയാലും ആ ഒരു ഇതാണ് എനിക്ക് പറയാൻ തോന്നുന്നത്, ബ്യൂട്ടിഫുൾ പ്ലേസ്. അപ്പോൾ ഗ്രാസ്മീറോ? ഇവിടെയൊക്കെ ഇങ്ങനെ ഫാമിൽ നിന്നൊക്കെയുള്ള മുട്ടയൊക്കെ ഇങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഞാൻ പറയണത് എന്താ, ഓക്കെ പറ. ഇവിടെ ഇഷ്ടംപോലെ ഫാംസ് ഉണ്ട്. അപ്പോൾ ഫാമിൽ നിന്നൊക്കെയുള്ള ഫ്രഷ് മുട്ടയൊക്കെ ഇവിടെ വിൽക്കാൻ വെച്ചേക്കാം. ഇവിടെ ആളൊന്നുമില്ല, നമുക്കിങ്ങനെ എടുത്തിട്ട് ഇവിടെ ഡൊണേഷൻ അല്ല കേട്ടോ, പൈസ ഇവിടെ വെച്ചിട്ട് പോകാം. അങ്ങനെ കാർഡാണല്ലോ. കാർഡൊന്നുമില്ല, ഇവിടെ ഇങ്ങനെ പൈസ വെച്ചിട്ട് പോകാൻ. എന്നിട്ട് ഇവിടെ എഴുതി വെക്കുക. ഞങ്ങളോടൊന്ന് സാധനം എടുത്തോണ്ട് പോയിന്നോ? അല്ല, എഴുതി വെക്കണവൻ പൈസയും വെക്കണം. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ വല്ലതും കാണാൻ പറ്റുമോ? നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ സാധനങ്ങൾ ആൾക്കാർ എടുത്തോണ്ട് പോകും, പൈസയും കൊടുക്കില്ല. പക്ഷെ ഇവിടെ അതാണ് ആ ഒരു വില്ലേജിൻ്റെ ഒരു ട്രസ്റ്റും എന്താ പറയുക, ആ ഒരു യൂണിറ്റി എന്നൊക്കെ വേണേൽ പറയാം. എനിക്കിന്ന് ഡ്യൂട്ടി ഉണ്ട് നൈറ്റ്. സോ അതുകൊണ്ട് നമുക്കധികം വരാണ്ട് വിത്തിൻ അവർ തിരിച്ചു പോകണം. എന്നാലും നമ്മൾ എപ്പോഴും തിരിച്ചു വരും ഒന്നുകൂടെ ലൈക്ക് സമാധാനമായിട്ടുള്ള പറയും. കാരണം ഇഷ്ടം പോലെ ഹൈക്കിംഗ് ട്രെയിൽസ് ഉണ്ട്. ഈ മലയുടെയൊക്കെ മണ്ടയിലോട്ട് നമുക്ക് നടന്ന് കയറാൻ പറ്റും. അപ്പോൾ അത് നമുക്ക് വേറെ തവണ ഇനിയും വരാം. കാരണം കുറച്ച് സമയമില്ലായിരുന്നുകൊണ്ട് പെട്ടെന്ന് തിരിച്ചു പോകണം.
അല്ലെങ്കിൽ ആദ്യം ഇന്നലെ ഇവിടെ വരണമായിരുന്നു. ഇന്നലെ നമ്മൾ പക്ഷെ ഇവിടെ വന്നില്ല. ഇത്രയും നല്ല അടിപൊളിയായിരിക്കും നമുക്കറിയില്ലായിരുന്നല്ലോ. സോ ഇന്നലെ നമ്മുടെ ഒരു ഫസ്റ്റ് പ്ലേസിൽ ഇതുണ്ടായിരുന്നോ? ഇല്ല. ദിസ് വാസ് ആക്ച്വലി മെന്റ് ഫോർ ടുഡേ റൈറ്റ്? ഓക്കെ. പക്ഷേ മേ ബി ഇന്നലെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലൊക്കെ ട്രെയിലൊക്കെ എടുത്ത് മലയുടെ മണ്ടയിലൊക്കെ കയറി ആ വ്യൂ ഒക്കെ കണ്ട് അങ്ങനെ പോയിരുന്നു. കുഴപ്പമില്ല. ജസ്റ്റ് 1.5 hours ഫ്രം മാഞ്ചസ്റ്റർ. ഇപ്പം ഇവിടുത്തെ സമ്മർ ടൈമാണ്. എന്നാലും ഇവിടെ നല്ല ഈ മേ ബി ഹില്ലി റീജിയൻ ആയതുകൊണ്ടായിരിക്കാം നല്ല കാറ്റും തണുപ്പുണ്ട്. പക്ഷേ അത്യാവശ്യം വെയിലുള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ല. നടക്കണം. നടന്നു കഴിഞ്ഞ് നമുക്കത് അവിടെ ചെന്നാൽ നമുക്കതിൽ ഇറങ്ങി കുളിക്കാനൊക്കെ പറ്റും. മറ്റേ ഇൻഫിനിറ്റി പൂള് നമ്മൾ ഇനി വരുമ്പം സ്വർഗത്തിലോ നമ്മൾ സ്വപ്നത്തിലോ ദീപങ്ങളോ താരങ്ങളോ. ഈ വ്യൂ ഒക്കെ കണ്ട് ഒരു ചായ ഒക്കെ കുടിച്ചിരിക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് സ്ഥലമാണ് ഈ ബട്ടർമീർ ലേക്ക്. പിന്നെ നമുക്ക് ഹൈക്ക് ചെയ്യാനൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇഷ്ടംപോലെ ഹൈക്കിംഗ് ട്രെയിൽസ് അവൈലബിൾ ആണ്. പിന്നെ ഈ ലേക്കിനെ ചുറ്റി ഒരു 4.5 മൈലിൻ്റെ ഒരു ഹൈക്കും ഉണ്ട്. നമുക്ക് പക്ഷെ അതിനൊന്നും സമയമില്ല. എനിക്ക് ഡ്യൂട്ടിക്ക് പോകേണ്ടതുകൊണ്ട്. പക്ഷെ നമ്മൾ കുറച്ച് നേരം ഇവിടെ വ്യൂ ഒക്കെ കണ്ടിരുന്നിട്ട് ഇപ്പോൾ തിരിച്ചു പോകും. ഇത് വ്യൂ ടു ഡൈ ഫോർ എന്നൊക്കെ പറഞ്ഞ പോലത്തെ ഒരു വ്യൂ ആണ്. രക്ഷയില്ല. നമുക്കിങ്ങനെ കണ്ടുകൊണ്ടേ ഇരിക്കാൻ തോന്നും. ചായയൊക്കെ കുടിച്ച് വർത്താനൊക്കെ പറഞ്ഞ് എത്ര നേരം വേണേ ഇവിടെ ഇരിക്കാം. ഹലോ. അപ്പോൾ നമ്മുടെ ലേക്ക് ഡിസ്ട്രിക്ട് ഷോർട്ട് ട്രിപ്പ് ഇവിടെ അവസാനിക്കുക കേട്ടോ. സങ്കടമുണ്ട്. കാരണം കുറേയും കൂടെ കാണണം, എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ട്. പക്ഷെ സമയമില്ല. എനിക്ക് ഡ്യൂട്ടിക്ക് പോകണം. അപ്പോൾ നമ്മൾ ഇനി എന്തായാലും തിരിച്ചു വരും. അപ്പം വേറൊരു വീഡിയോ ആയിട്ടും കാണാം. ബൈ ബൈ.